നമ്മൾ ഇന്ന് ഇവിടുത്തെ തമിഴ്നാട്ടിലെ ഒരു എൻഗേജ്മെന്റ് കൂടാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ അവർ നമ്മളെ കല്യാണം വിളിക്കാൻ വന്നപ്പോൾ പറഞ്ഞ് 10-11 മണിക്കും ഇടയ്ക്കാണ് പരിപാടിന്ന്. അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ചെയ്യുന്ന പോലെ ഫംഗ്ഷനൊക്കെ അവിടെ അങ്ങനെ നടക്കും, നമുക്ക് ഭക്ഷണം കഴിക്കാൻ പോയാൽ മതിയല്ലോ, അപ്പോൾ പിന്നെ ഒരു മണിയൊക്കെ ആയിട്ട് പോയാൽ മതി എന്നുള്ള ധാരണയിലാണ് നമ്മൾ ഇരുന്നത് കേട്ടോ. പക്ഷേ പിന്നെയാണ് മനസ്സിലായത് 10 മണി 11 മണി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആ ഫംഗ്ഷൻ കഴിഞ്ഞ് അപ്പോൾ തന്നെ ഭക്ഷണം കൊടുക്കും. ഒരു 12-12:30 ഒക്കെ ആകുമ്പോഴേക്കും എല്ലാ പരിപാടിയും കഴിഞ്ഞ് എല്ലാവരും വീട്ടിൽ പോകും കേട്ടോ. അത് നമ്മൾ കുറച്ച് വൈകിയാണ് അറിഞ്ഞത്. അങ്ങനെ നമ്മൾ ഹോളിൽ ചെന്നപ്പോഴത്തേക്കും ഹോളിലത്തെ ഫംഗ്ഷൻ പരിപാടികളെല്ലാം കഴിഞ്ഞിരുന്നു കേട്ടോ. എന്നാൽ പിന്നെ ഭക്ഷണം മുടക്കണ്ട എന്ന് വിചാരിച്ച് നമ്മൾ നേരെ ഫുഡ് കഴിക്കുന്ന ഹാളിലേക്ക് കയറി. അപ്പോൾ അങ്ങനെ ഇല വിളമ്പി, ഇലയിൽ പല കറികളും വരുന്നുണ്ട് കേട്ടോ. പക്ഷേ ഇതിൽ പലതും എന്താണെന്നൊന്നും നമുക്ക് അങ്ങനെ കറികളൊക്കെ വിളമ്പി കഴിഞ്ഞപ്പോൾ ചപ്പാത്തി വന്നു, അത് കഴിഞ്ഞ് ബിരിയാണി വന്നു. ഇവിടെ ഇങ്ങനെ എല്ലാം മിക്സ് ആയിട്ടാണ് വിളമ്പുന്നത്. ചപ്പാത്തിയും ബിരിയാണിയൊക്കെ ഒന്നിച്ചാണ് വിളമ്പുന്നത്. ഈ വിളമ്പിയിരിക്കുന്ന കറികളിൽ പലതും നമ്മൾ ചോറിന്റെ കൂടെ കഴിക്കാനുള്ള കറികളാണ്. പിന്നെ ഇവിടെ ഈ ബിരിയാണിയും ചപ്പാത്തിയൊന്നും ഇനി രണ്ടാമത് വരില്ല കേട്ടോ. ഇനി വരുന്നത് ചോറാണ്. ചോറിന്റെ കൂടെ സാമ്പാർ, രസം, മോര് അങ്ങനെയൊക്കെ ഉണ്ടാവും. അതാണ് പിന്നെ ഇനി വരുന്നത്. അങ്ങനെ ചോറും സാമ്പാറും വന്നു, 2 കൂട്ടം പായസം വന്നു, ഐസ്ക്രീം വന്നു. ഇവിടെ ഈ പായസത്തിൽ വെള്ളപ്പായസം ഇവിടുത്തെ തമിഴ്നാട്ട് സ്റ്റൈലിലുള്ള പായസം കേട്ടോ. ഇതെനിക്ക് അത്ര ഇഷ്ടമാണ്. പിന്നെ ഈ ശർക്കര പായസം നമ്മുടെ നാട്ടിലുള്ള പോലത്തെ പായസം കേട്ടോ. ഇത് ഭയങ്കര അടിപൊളി ഒരു പായസമായിരുന്നേ. അങ്ങനെ അവിടുന്ന് പോരാൻ നേരത്തെ ഒരു ഗിഫ്റ്റും കിട്ടി. നമ്മുടെ നാട്ടിൽ ഇത് അത്ര കോമൺ അല്ലെങ്കിലും ഇവിടെ ഭയങ്കര കോമൺ ആട്ടോ. എന്ത് ചെറിയ പരിപാടിക്ക് പോയാലും അവർ ഇതുപോലെ എന്തെങ്കിലും ഒരു ചെറിയ ഗിഫ്റ്റ് നമുക്ക് തരും കേട്ടോ. അപ്പോൾ ഈ പരിപാടിക്ക് നമുക്ക് ഒരു പാത്രമാണ് കിട്ടിയത്. അപ്പോൾ ഈ പാത്രത്തിന്റെ ഉള്ളിൽ വെറ്റിലയും അടയ്ക്കും, പിന്നെ ഒരു ചോക്ലേറ്റും ആയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ തിരിച്ചു പോന്നു.